Hello friends, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷം നമ്മുടെ പ്രതീക്ഷകൾക്ക് ഏറെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന പുതുവർഷം നമ്മുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ ചിറകുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിന് ഗിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 3-4 പ്ലം കേക്ക് എങ്കിലും മിനിമം വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീടുകളിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി വരാനുള്ള ഒരു സംശയം ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഇനി സോക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണിത് കേക്കിലോട്ട് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടതിന് ശേഷം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് പറയാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇടുക്കിക്കാരി ചാനലിൻ്റെ പേരിൽ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ പഞ്ചസാര കരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാര ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുവാണ്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതൊരു മീഡിയത്തിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പതുക്കെ അലിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പതുക്കെ പഞ്ചസാര അലിഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട കാര്യമില്ല, മീഡിയത്തിൽ വെച്ചാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മാത്രം മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇപ്പം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുന്ന ഒരു പാകമേ ആയിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് നന്നായിട്ട് കളറൊക്കെ മാറി ഡാർക്ക് കളറിലോട്ടായി വരണം. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു പ്ലം കേക്കിന് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഉരുകിയതിന് ശേഷം തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നീങ്ങി നിന്ന് ശ്രദ്ധയോടുകൂടി വെള്ളം ഒഴിക്കുക. കാരണം ഇത് പൊങ്ങിത്തെറിച്ച് നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിലോട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ഞാനിവിടെ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ച പുറകെ നമ്മൾ നോക്കുമ്പോൾ കട്ട പിടിച്ച പോലെയായിരിക്കും നമ്മൾ അലിയിച്ചെടുത്ത പഞ്ചസാര ഇരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇത് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. വീണ്ടും പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ആവശ്യത്തിന് തിക്കായി വന്നോളൂ. ഇപ്പോൾ ഇത് കുറച്ച് ലൂസാണ്, പക്ഷേ നമ്മൾ കേക്കിലോട്ട് ഇത് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായി വന്നോളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്ക് ടിന്നാണ്. കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ചരിവ് ഉണ്ടെങ്കിൽ, ചെറിയ ചരിവ് ഉണ്ടെങ്കിൽ അതിലും ഈ ബാറ്റർ ഒഴിച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് ടിന്നിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ താഴ്ഭാഗത്തും സൈഡിലും ഒക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇതിലോട്ട് വച്ച് കൊടുത്തതിന് ശേഷം അതിലും ഓയിൽ നന്നായിട്ട് തേക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ മിക്സിയുടെ വലിയ ജാറിലോട്ട് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയിലോട്ട് ഞാൻ ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പൈസസും കൂടി ചേർത്തെടുക്കുവാണ്. നമുക്കറിയാം പ്ലം കേക്കിൽ നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാം. ഞാനിവിടെ 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ട്
ഫ്ലേവർ നമ്മൾ ഇത്രയും ഈ സ്പൈസസ് ചേർക്കുമ്പോൾ തന്നെ ഈ കേക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു കാരണവശാലും ചേർക്കരുത്. ഇനി നമുക്കിത് ഈ പഞ്ചസാരയോട് കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്പൈസസ്, അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ കൂട്ടത്തിൽ ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുവാണ്. കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ടയാണിത്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ വളരെ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് ഇതിൻ്റെ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം 1-2 സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയെടുക്കുക. നിങ്ങൾ മുട്ട ഉപയോഗിക്കില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുട്ട ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഓയിൽ ഒരു 2 സ്പൂൺ കൂടി കൂടുതൽ ചേർക്കുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഏകദേശം ഒരു 2 സ്പൂണ് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. ഇതിലോട്ട് ഈ ഒരു മുട്ട ചേർത്തത് കൊണ്ട് ഇതിൻ്റെ സ്മെല്ല് പോകുന്നതിന് വേണ്ടി വനില എസൻസ് ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വേറെ സ്പൈസസ് ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ ജാതിപത്രിയും അതുപോലെ തന്നെ ഗ്രാമ്പൂ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുന്നതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊന്നും ഈ കേക്കിനുണ്ടാവില്ല. ആ ഒരു കാര്യം കൂടി ഒന്ന് പറയുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. 1-2 സെക്കൻഡ് മാത്രം കറക്കിയെടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പം മുട്ടയും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുകൂടി ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഈ ഒരു മിക്സ് ഞാനൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഇനി ഞാനിവിടെ മറ്റൊരു ബൗളിലോട്ട് 2 ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിറച്ചും എടുക്കാതെ ഇതുപോലെ വടിച്ചിട്ടുള്ള ഒരളവാണ് നമ്മൾ ഈ ഗ്ലാസ്സിൽ എടുക്കേണ്ടത്. ഇതിലോട്ട് ഞാനിനി 1/4 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ മൈദയും ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്റർ പഞ്ചസാരയുടെയും എണ്ണയുടെയും അതുപോലെ തന്നെ മുട്ടയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ 3-4 സ്പൂൺ ഇതിലോട്ട് കോരിയിട്ടതിന് ശേഷം ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഒരു സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ചാലും മതി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കരിച്ചതും കൂടി ഒരു തവി ഞാനിതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുവാണ്. അതും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു കാരണവശാലും ഒരുമിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത്. പൊടിയെല്ലാം കൂടി കട്ട കുത്തിപ്പോകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പം ഞാനിത് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1 മാസം മുമ്പ് തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ റമ്മിലാണ് ഇത് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 50 ഗ്രാം ചെറി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പച്ചയും ചുമലയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 50 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറുള്ള മുന്തിരിയും അത് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് അത് 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡേറ്റ്സും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ഞാനിവിടെ സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, ഗോൾഡൻ റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് സോക്ക് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് 250 ml റമ്മാണ്. ആ റം ഒഴിച്ച് സോക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഒരു പ്ലം കേക്കിന് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ കുപ്പി നന്നായിട്ട് അടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് 1 മാസം മുമ്പേ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ ഈ കേക്കിലോട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
ഞാനിവിടെ തയ്യാറാക്കി വെച്ചതിൽ നിന്നും 3 സ്പൂൺ, ഇതുപോലത്തെ ഒരു വലിയ സ്പൂണിൽ 3 സ്പൂൺ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഈ ഒരു ബൗളിലോട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓറഞ്ച് വാങ്ങിച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന അത്രയും, അതായത് ഞാൻ ഈ കേക്കിലോട്ട് ചേർക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നിങ്ങളും ചേർക്കുന്നതെങ്കിൽ 1 ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസിൽ ഇത് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്തെടുക്കുന്നതെങ്കിൽ 1/2 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചാൽ മതിയാവും. അതായത് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്ന സമയം അത്രയും മാത്രം സമയം കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെയും ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണോ നിങ്ങൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തതിന് ശേഷം 1-2 സ്പൂൺ മൈദ ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലോട്ട് ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഈ മൈദ ഇതിലോട്ട് ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഏറ്റവും താഴെ, അതായത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിന് താഴെ പോയിട്ട് അടിഞ്ഞുകൂടി കിടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഏകദേശം 1 പിടുത്തത്തോളം മുറിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണോളം ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സാവകാശം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തിക്കായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത്. നമ്മൾ സാധാരണ മറ്റ് കേക്കുകളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ കുറച്ചുകൂടി ലൂസായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈ ഒരു ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ഈ ഒരു പാത്രം എടുത്ത്, ഈ ഒരു കേക്ക് ടിന്നെടുത്ത് 2-3 പ്രാവശ്യം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഞാനിന്നിവിടെ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ഉരുളിയിലാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇതുപോലെ കട്ടിയുള്ള ഒരു ഉരുളിച്ചട്ടി കാണും. അപ്പോൾ ഈ ഉരുളിച്ചട്ടി നമ്മളൊരു 5 മിനിറ്റ് മുമ്പേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഞാനിതിൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം കൂടി വെച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച കേക്ക് ടിന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിതിപ്പം അടപ്പ് മാറ്റി നോക്കുന്നത്. കേക്ക് ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇത് വെന്തോന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. ഇത് കണ്ടോ, ഇതിൽ കുറച്ച് മാവ് ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നുകൂടി ഒന്ന് കുത്തി നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി 1 മണിക്കൂറും 15 മിനിറ്റും എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ കട്ടിക്കനുസരിച്ച്, ബർണറിൻ്റെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള സമയം വ്യത്യാസപ്പെടും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിത് ഈ ഉരുളിച്ചട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുവാണ്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നിന്നും ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് ഈ ട്രേയിൽ നിന്നും മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലം കേക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ ഇതുപോലെ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോഴും നമുക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മടിക്കാതെ ഇതൊന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായി പറയണേ. പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.